തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പിരിച്ചുവിട്ടത് ശുദ്ധ തോന്നിയാസമാണ്. UDF സർക്കാർ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ബലം പ്രയോഗിച്ച് കൈയടക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ഈ ബാങ്കിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് 65 എൻക്വയറി അവർ ഇട്ടിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് അവർ ഇതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ആദ്യം വന്നത്. ഓഫീസിൽ ആ പേപ്പറെല്ലാം അവർ കൊടുത്തിട്ട് പോയി. അതിനുശേഷം 13-ാം തീയതി ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കൈപ്പറ്റുകയും ചെയ്തു. ആ കൈപ്പറ്റിയതനുസരിച്ച് ഈ നോട്ടീസ് അച്ചടി വ്യക്തം അല്ലാതിരുന്നിട്ട് കൂടി പരിശോധിച്ചപ്പോൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കൊടുക്കാൻ കഴിയൂ. അത് ഏതാണ്ട് 12 രേഖകളാണ്. ഇങ്ങനെ റിസർവ് ബാങ്കിൻ്റെ അനുമതി അവരുടെ കോൺഫിഡൻഷ്യൽ രേഖകളാണ്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ രേഖകളും അവർ നൽകാമെന്ന് പറഞ്ഞു. 17-ാം തീയതി ഇത് ഏറ്റുവാങ്ങാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബാങ്കിലെത്തി കൃത്യമായിട്ട് എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയതാണ്. എന്നാൽ സമയം വൈകിപ്പോയി. അയാൾ 3 മണിക്കാണ് അവിടെ വന്നത്, വൈകിട്ട്. സമയം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്നലെ 65 എൻക്വയറിയോട് സഹകരിച്ചില്ല എന്നൊരു മുടന്തൻ ന്യായം പറഞ്ഞ് ഈ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് പോലും, ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ചെയ്യാത്ത ഏറ്റവും വലിയ നിയമവിരുദ്ധമായ നടപടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. 65 എൻക്വയറി കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഉള്ള കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ വേണമെങ്കിൽ അവർക്ക് 68 ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ 65 കഴിഞ്ഞാൽ 31(1) പ്രകാരം ഇവർക്ക് വിശദീകരണത്തിനുള്ള നോട്ടീസ് നൽകണം. അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത്തരത്തിലേക്കൊരു നോട്ടീസ് നൽകിയിട്ടില്ല. അങ്ങനെ നോട്ടീസ് നൽകാതെയാണ് സെക്ഷൻ 32 പ്രകാരം ഈ ബാങ്ക് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു കടന്നാക്രമണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വന്യമൃഗങ്ങൾ പോലും ഇത്രയും ആർത്തിയോടുകൂടി ഈ ബാങ്ക് പിടിക്കാൻ ഇറങ്ങില്ല. അതിന് വന്യമൃഗങ്ങളെക്കാൾ മോശപ്പെട്ട സമീപനമാണ് ഇപ്പം VD സതീശൻ സർക്കാർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ബാങ്ക് പിടിച്ചടക്കൽ ഇവിടെ തുടങ്ങുകയാണ്. ഈ ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കാണിത്, ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതുകൊണ്ട് ഏറ്റവും വലിയ ബാങ്ക് തന്നെ ആർത്തിയോടുകൂടി പിടിച്ചടക്കി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണ, ഇതിനെതിരെ നിയമപരമായും സംഘടനാപരമായും അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോവുകയാണ്. ജോയിന്റ് രജിസ്ട്രാർക്ക് പ്രത്യേക അധികാര പരിധി ഉണ്ടോ അങ്ങനെ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടാനായിട്ട്? 65 എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ ഈ ബാങ്ക് അവരാരോപിക്കുന്ന കുറ്റമെല്ലാം ചെയ്തു എന്ന് കണ്ടാൽ അവർക്ക് നടപടിയിലേക്ക് പോകാം. ആ നടപടിക്ക് പോകുന്നതിന് മുന്നോടിയായി കൊടുക്കുന്ന നോട്ടീസാണ് 31(1) പ്രകാരമുള്ള വിശദീകരണ നോട്ടീസ്. ആ നോട്ടീസ് ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തികച്ചും നിയമവിരുദ്ധമായി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഒരു ഏകാധിപത്യ ഭരണകൂടം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേ രീതിയിലാണ് എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഇത്തരം ഹീനമായ ഒരു പിരിച്ചുവിടൽ നടപടിയിലേക്ക് ഈ ഗവൺമെൻറ് പോയിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരാവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ബാങ്ക് കൃത്യമായിട്ട് തന്നെ നൽകി 17-ാം തീയതി. അതാ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടു. ആ ഉദ്യോഗസ്ഥൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ ബാങ്ക് കൊടുത്ത രേഖകൾ ഏറ്റെടുക്കാതിരുന്നത്. അവരാവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കൊടുത്തു, റിസർവ് ബാങ്കിൻ്റെ 12 രേഖ ഒഴിച്ച്. ആ 12 രേഖയും കൊടുക്കാൻ ഇവർ തയ്യാറാണ്. റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. അപ്പം അതിലും വലിയൊരു പ്രശ്നം, ഈ ബാങ്ക് പിരിച്ചുവിടണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അനുമതി കൂടി വേണം. അതും തേടിയിട്ടില്ല. അപ്പോൾ തികച്ചും
ഒരു ഗുണ്ട ആക്രമണം എന്ന പോലെ ഒരു വാടക ഗുണ്ട ആക്രമണം എന്ന പോലെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഈ ബാങ്ക് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഓഗസ്റ്റ് 11-ാം തീയതി അവര് ഓഫീസിലെത്തി, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ രേഖകൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് കുറച്ച് രേഖകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഓഗസ്റ്റ് 11-ാം തീയതി ആ ഉദ്യോഗസ്ഥൻ അവിടെ വരുമ്പോൾ ബന്ധപ്പെട്ട MD മറ്റു ആളുകളോ ബാങ്കിലില്ലായിരുന്നു. അവരത് ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇവർ 13-ാം തീയതി അവർ വീണ്ടും ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ രേഖകളെല്ലാം വാങ്ങി, ചെയർമാൻ ഇവിടെയുണ്ട്, ചെയർമാൻ പരിശോധിച്ചു, ബോർഡ് അംഗങ്ങൾ പരിശോധിച്ചു, മാനേജിംഗ് ഡയറക്ടർ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പറയുന്ന 64 പോയിന്റ് രേഖകളാണ് അവർ ആവശ്യപ്പെട്ടതെന്ന് അവർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ 12 രേഖകൾ അത് റിസർവ് ബാങ്കിൻ്റെ കോൺഫിഡൻഷ്യൽ രേഖകളുമായി ബന്ധപ്പെട്ട രേഖകളാണ്. ആ രേഖകൾ നൽകുവാൻ റിസർവ് ബാങ്കിന് ഇവർ കത്തെഴുതിയിരിക്കുകയാണ്. ബാക്കിയുള്ള മുഴുവൻ രേഖകളും ഇവർ നൽകി. പക്ഷേ അത് ആ ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയില്ല. വളരെ ബോധപൂർവം ആ ഉദ്യോഗസ്ഥൻ അത് കൈപ്പറ്റാതെയാണ് രേഖകൾ നൽകിയില്ല എന്ന ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞ് ഇപ്പോൾ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നത്.